ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിലും വിജയം സ്വന്തമാക്കാൻ ഫ്രഞ്ച് വമ്പന്മാരായ PSG സാധിച്ചിരുന്നു. 1-2 ഗോളുകൾക്കാണ് ആഴ്സണലിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി അഗ്രിഗേറ്റിൽ 1-3 ഗോളുകൾക്ക് PSG വിജയിക്കുകയും ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തു. ഗണ്ണേഴ്സ് ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിൽ PSG വേണ്ടി ഫാബിയാൻ റോയ്സും അഷ്റഫ് ഹക്കീമിയുമാണ് ഗോളുകൾ നേടിയിട്ടുള്ളത്. വിറ്റീഞ്ഞ ഒരു പെനാൽറ്റി മിസ്സാക്കിയിരുന്നു. ആഴ്സണലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബുക്കയോ സാക്ക ഒരു ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. ആഴ്സണൽ മികച്ച രൂപത്തിൽ കളിച്ചിരുന്നു, പക്ഷേ ഗോളുകൾ നേടാൻ കഴിയാതെ പോയത് അവർക്ക് തിരിച്ചടിയായി. മാത്രമല്ല PSG ഗോൾ കീപ്പറായ ജിയാൻ ലൂയിജി ഡൊണ്ണാരുമ ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അത് മത്സരശേഷം ഗണ്ണേഴ്സിന്റെ പരിശീലകനായ ആർട്ടറ്റ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. 2 പാദങ്ങളിലും തങ്ങൾക്ക് തടസ്സമായത് ഡൊണ്ണാരുമയാണ് എന്നാണ് ആർട്ടറ്റ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2 പാദങ്ങളിലെയും അവരുടെ ഏറ്റവും മികച്ച താരം അത് അവരുടെ ഗോൾ കീപ്പർ തന്നെയാണ്. ഈ മത്സരം വിജയിപ്പിച്ചത് അദ്ദേഹമാണ്. ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ തന്നെ 3 ഗോളുകളുടെ ലീഡ് കരസ്ഥമാക്കാനുള്ള സുവർണാവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇത്തരം മത്സരങ്ങളിൽ കുറച്ചധികം കാര്യങ്ങൾ വേണം. അത് ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇതാണ് ഇപ്പോൾ ആർട്ടറ്റ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ലൂയിസ് എൻറിക്കയുടെ PSG ഇപ്പോൾ കന്നി യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന്റെ തൊട്ടരികിലാണ്. എതിരാളികൾ മറ്റാരുമല്ല, ഇന്റർ മിലാനാണ് ഫൈനലിലെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജൂൺ 1-ാം തീയതിയാണ് ഇന്റർ മിലാനും PSG തമ്മിലുള്ള ഈ ഒരു കലാശ പോരാട്ടം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കൊണ്ടും കാണാം.